സനാതനധർമ്മം എതിർക്കപ്പെടേണ്ടവയല്ല, പിന്നെയോ ചൂടും നശിപ്പിക്കേണ്ടതാണ് എന്നാക്രോശിച്ചവരും, ചരിത്രത്തിൽ മായം ചേർത്തവരും, നിലപാട് ശൂന്യത കൊണ്ട് നിലം പരിശായവരും, മുകളപ്പടയോട്ട വഴിയിൽ ഇന്നും സഞ്ചരിക്കുന്നവരും, രാംലല്ലയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന നയന മനോഹരമായ കാഴ്ച കണ്ണിറയെ നമുക്ക് കാണേണ്ടി വരും. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? നിശ്ചയിക്കപ്പെട്ട പ്രകാരം അങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് നിശ്ചയിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിച്ചേർന്നു. ഇനി കർസേവയ്ക്ക് വേണ്ടി പോവുകയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശം? ആരൊക്കെയാണ് നിർദ്ദേശം തരുന്നത്? എന്തൊക്കെയാണ് അടുത്ത പദ്ധതികൾ? എന്തായിരുന്നു ആ ഒരു സാഹചര്യം? അയോധ്യയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും നിർദ്ദേശം തന്നിട്ടുള്ളത് അശോക് സംഘാട് നേതൃത്വത്തിലുള്ള ശ്രീരാമ ജന്മഭൂമി മുക്തിയജ്ഞ സമിതിയും പൂജനീയ സന്യാസി വര്യന്മാരുടെ കൂട്ടായ്മയായ ധർമ്മസൻസത്താണ് ഇതിൻ്റെ തീരുമാനങ്ങൾ തരുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ എല്ലാം നടന്നിട്ടുള്ളത്. ഈ 84-ന് ശേഷം എല്ലാ കാര്യങ്ങളുടെയും നിർദ്ദേശം ആ രീതിയിലാണ് തന്നിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കരസേവയ്ക്ക് വേണ്ടി പോകുന്നതും. 1990-ലെ ഒന്നാമത്തെ കരസേവ, ആ കരസേവയെ സംബന്ധിച്ച് 89-ൽ തന്നെ ഈ സന്യാസിവര്യന്മാർ ഒരുമിച്ച് കൂടി ഹരിദ്വാറിലും അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ തന്നെ യോഗം കൂടിയിട്ടാണ് ഈ 1990 ഒക്ടോബർ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് കരസേവ നടക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കരസേവ ഒരു നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ മുലായം സിംഗിൻ്റെ പോലീസ് പല സ്ഥലങ്ങളിൽ അവർ അറസ്റ്റ് ചെയ്തുവെങ്കിലും ആ അറസ്റ്റിനൊന്നും കരസേവയുടെ വികാരത്തെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ എത്തപ്പെട്ട ഈ ആൾക്കാരുമായിട്ടാണ് നമ്മൾ അയോധ്യയിലേക്ക് പോകുന്നത്. അയോധ്യയിലേക്ക് പോയി ഏതാണ്ട് ക്ഷേത്രം നമ്മൾ കൺമുമ്പിൽ കാണുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ 4-5 യുവാക്കന്മാർ അതിൻ്റെ മുകളിൽ കയറുന്നു. പോലീസിനൊന്നും തടയാൻ സാധിച്ചില്ല. മുകളിൽ കയറി അവർ വിജയ പതാക, കാവ്യ പതാക ആ ഡൂമിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നു. പ്രതീകാത്മകമായിട്ട് 4-5 കല്ലുകൾ മുകളിൽ നിന്ന് ഒരു ഇളക്കി മാറ്റുന്നുണ്ട്. ഈ സമയത്ത് നിമിഷങ്ങൾ പോലീസ് അത്ഭുതസ്തബ്ധരായിപ്പോയി. എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള അവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ സമയത്ത് പോലീസ് വെടിവെച്ചു. അതിൻ്റെ മുകളിൽ കയറി ഈ കരസേവ നടത്തിയ ആൾക്കാർ താഴെ വെടിവെച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഒരു റിയാക്ഷൻ, പ്രതികരണം എന്ന നിലയിലാണ്, ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അയോധ്യയിലെ കരസേവയ്ക്ക് പോയ ആൾക്കാരെ വെടിവെച്ചിട്ടു എന്നുള്ള ആ ഒരു പ്രതിഷേധത്തിൻ്റെ സൂചനയായിട്ടാണ് നവംബർ മാസം 2-ാം തീയതി കരസേവയ്ക്ക് വേണ്ടി അയോധ്യയിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അശോക് സംഘാടിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഈ അയോധ്യയിലേക്ക് ഒക്ടോബർ മാസം 30-ാം തീയതിയും വരികയുണ്ടായി. ആ പ്രതിഷേധ മാർച്ചിന്, ആ ഒരു കരസേവ മാർച്ചിനെതിരെ കല്ലെടുത്തെറിഞ്ഞ് അശോക് സംഘാട് നെറ്റിപ്പൊട്ടി രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ ഈ കരസേവ വളരെ പ്രസിദ്ധമാണ്, നേതൃത്വം എഴുതി വന്നതാണ്. അതിനുശേഷം ഈ നവംബർ മാസം 2-ാം തീയതിയിലെ കരസേവ, ആ കരസേവയെ ആദ്യത്തെ ദിവസം കരസേവ നടന്നു എന്നുള്ള ജാള്യത, ഇത്രയധികം സംവിധാനങ്ങൾ പോലീസ് പോലും കിടക്കാത്ത എന്ന് പറഞ്ഞ ആ പോലീസ്, അർദ്ധസൈനിക വിഭാഗം, CRPF, അതുപോലെ BSF എല്ലാ വിഭാഗം പോലീസ് സേനയും അണിനിരത്തിയിട്ട് കരസേവ തടയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള ആ ഒരു ജാള്യത അതവർക്ക് എല്ലാ ഭരണകൂട തലവന്മാർക്കെല്ലാം കിട്ടി. പ്രത്യേകിച്ച് മുലായം സിംഗിൻ്റെ അടുത്ത് വാർത്ത എത്തിയത് വളരെ നിരാശനായിട്ടാണ് ആ വാർത്ത അദ്ദേഹം കേട്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രതിഷേധ മാർച്ച് അത് ഏത് വിധേനയും തടയണം, അപ്പോഴും ഒരു ഈച്ച പോലും കടക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ ചിന്തിച്ചിട്ടാണ് ആ പ്രതിരോധം പോലീസ് ഈ അർദ്ധസൈനിക വിഭാഗം തീർക്കുന്നത്. പക്ഷേ ആ പ്രതിഷേധ മാർച്ച് അയോധ്യയ്ക്ക് സമീപം എത്തിയ സമയത്ത് പോലീസ് അതിനെ തടയുന്നു. പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നു. ഏതാണ്ട് 5 അടി പൊക്കമുള്ള ബാരിക്കേഡിലും ഇരുമ്പ് മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടാണ് കരസേവകരെ തടഞ്ഞത്. പക്ഷേ അതിനു മുമ്പിലും കരസേവകരെ തടഞ്ഞു നിർത്താൻ പോലീസിന് സാധിച്ചില്ല. ഒരു യുവാവ് ഈ പ്രതിബന്ധം രോധിച്ച് നേരെ പോലീസിൻ്റെ മുമ്പിലേക്ക് കടക്കുകയാണ്. പോലീസ് പെടുന്നതിനെ ഒരു മുന്നറിയിപ്പും കൂടാതെ വെടിവെക്കുകയാണ്. ആ വെടിയുണ്ട നെഞ്ചിലേറ്റിക്കൊണ്ട് അവിടെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആ ഒരു സഹോദരൻ താഴെ വീഴുകയാണ്. തൊട്ടടുത്ത് മറ്റൊരു യുവാവ് ഇത് കണ്ട് വീണ്ടും ഇതേപോലെ തന്നെ മുന്നോട്ട് വരുന്നു. ആ വെടിയുണ്ട ഏറ്റുവാങ്ങുന്നു, അവിടെ വീരമൃത്യു വരിക്കുന്നു. ആ 2 പേരെയാണ്
കോത്താരി സഹോദരന്മാരായിട്ട് പിന്നെ നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ അടുത്ത സമയത്തൊരു ചിത്രം കണ്ടു, ജന്മഭൂമി പത്രത്തിലൊരു ചിത്രം കണ്ടു. ഈ കോത്താരി സഹോദരന്മാരുടെ ചിത്രത്തിന് മുമ്പിൽ അയോധ്യയിലേക്ക് പോകാനുള്ള ക്ഷണപത്രിക കാണിച്ചുകൊണ്ട് സഹോദരിയാണെന്ന് തോന്നുന്നു നിൽക്കുന്ന ഒരു ചിത്രം ജന്മഭൂമിയിൽ കാണുകയുണ്ടായി. അത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷമായിരുന്നു ഇവിടെ നടന്നത്. ഈ കോത്താരി സഹോദരന്മാരെ വെടിവെപ്പിനോടൊപ്പം തന്നെ നിരവധി സ്ഥലങ്ങളിൽ വെടിവെപ്പ് നടന്നു. ധാരാളം പേര് കരസേവകർ രാമൻ്റെ കാര്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തി. പല കരസേവകരുടെയും ശവശരീരം സരയൂ നദിയിൽ കൂടി ഒഴുകി നടന്നു. അതേപോലെ തന്നെ ഉന്തുവണ്ടിയിൽ ധാരാളം ശവശരീരങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ച നേരിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ അയോധ്യ ചുമന്നു, രക്തപങ്കിലമായി, സരയൂ നദി രക്തപങ്കിലമായി. അതിനെതിരെയുള്ള പ്രതികരണം ആൾക്കാർ നടത്തിയത് കേവലം ഒരു അഭിപ്രായ പ്രകടനമായിട്ടല്ല, അവർ വോട്ടിലൂടെയാണ് അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മുലായം സിംഗ് യാദവിൻ്റെ ഭരണകൂടം നിലം പതിക്കുന്ന കാര്യമാണ് നമ്മൾ പിന്നെ വാർത്തയിലൂടെ അറിയുന്നത്. രണ്ട് കാഴ്ചയും, ഒന്ന് നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ തർക്കമന്ദിരം, അല്ലെങ്കിൽ അവിടെ ആ തർക്കമന്ദിരം പൊളിയുന്ന ഒരു ദൃശ്യം നേരിട്ട് കാണുന്നു. അതിനുശേഷം അവിടെ ഭവ്യമായ ക്ഷേത്രം പണിയുന്ന ദൃശ്യം, ഇത് രണ്ടും രാജശേഖർജിക്ക് നേരിട്ട് കാണാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. 5 നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ അതിജീവിച്ച് അവിടെ ഭവ്യമായ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രം പണിയുന്നു. ഈ രണ്ടും നേരിട്ട് കാണുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് ഇപ്പം കാണുന്ന ഒരു ആത്മാഭിമാനത്തിൻ്റെ നിമിഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? 500 വർഷം നീണ്ടുനിന്ന ഐതിഹാസികമായ സമര പോരാട്ടത്തിൻ്റെ വിജയഗാഥയാണ് ഈ ജനുവരി മാസം 22-ാം തീയതി അവിടെ ഉയർന്നു പൊങ്ങാൻ പോകുന്ന ബാലക രാമൻ്റെ പ്രതിഷ്ഠ, ആ ഭവ്യമായ ക്ഷേത്രം. ഇത് എന്തുകൊണ്ട് നടന്നു എന്ന് പറയാൻ ധാരാളം പോരാട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത്. മുഗൾ ആക്രമണത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു നമ്മുടെ ഹിന്ദു രാജാക്കന്മാർക്ക്. അതേപോലെ തന്നെ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നു. അതേപോലെ പ്രാണൻ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെയൊക്കെ വിജയം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരു അടിമത്ത മന്ദിരം തകർക്കാനും രാമൻ്റെ ആ ചരിത്രം ആവാഹിച്ചുകൊണ്ട് തന്നെ പുതിയ ഭവ്യക്ഷേത്രം ഉയരുന്നതും കാണാൻ നമുക്ക് സാധിക്കുന്നു. ശരിക്കും ഇത് നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് നിരവധി കരസേവകരുടെ ജീവാർപ്പണം നടന്നതിൻ്റെ ഫലം ഇത് ഒരു പെടുന്നതിനെ ഉണ്ടായ സംഭവമല്ലല്ലോ. 500 വർഷം നീണ്ടുനിന്ന സമര പോരാട്ടമാണ്. പല രീതിയിലും കാര്യങ്ങൾ ചെയ്തു. കോടതിയിൽ വിവകാരങ്ങൾ വന്നു. അവസാനം രാമൻ്റെ കാര്യം തന്നെയാണ് വിജയിച്ചത്. പല ആൾക്കാരും പല രീതിയിലും തടയാൻ നോക്കി. അതൊന്നും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കാര്യം അത് രാമൻ്റെ ശക്തി തന്നെയാണ്. രാമൻ്റെ ശക്തിയാണ് ഇന്ന് ഗ്രാമങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത്. രാമൻ്റെ ശക്തിയാണ് അയോധ്യയിൽ നമ്മൾ കാണുന്നത്. രാമൻ്റെ ശക്തിയാണ് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാൻ സർവ്വസാധാരണ ആൾക്കാരെ പ്രേരിപ്പിച്ചത്. അപമാനത്തിൻ്റെ ചിഹ്നം 5 നൂറ്റാണ്ടുകളോളം ഈ ഭാരത മണ്ണിൽ നിലനിൽക്കുകയും ആ അപമാനത്തിൻ്റെ ചിഹ്നം മാറി അവിടെ ഭവ്യമായ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഈ ഒരു ശുഭനിമിഷം, ഇത് നേരിട്ട് അനുഭവിച്ച കേട്ട രാജശേഖർജി അത് ജനൻ ടി വിയുടെ പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കാൻ വന്നതിന് ജനൻ ടി വി പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം.